പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഓട്ടോകാഡ് സിവിൽ 3D പുതിയ വെർഷൻ്റെ പാർട്ട് 2 ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ ഇതിന് ടൂൾസൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസിൽ. ഇത് പാർട്ട് 2. നമ്മളിനി പോയിൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ഈ പോയിൻറ്റ്സ് എങ്ങനെ നമ്മൾ ലൈക്ക് വഴി ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പോട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. ഈ പോയിൻ്റ് ലൈക്ക് തന്ന പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിൻ്റ് നമുക്കൊന്ന് ശരിപ്പെടുത്തേണ്ടതുണ്ട്, ഉഷാറായി ശരിപ്പെടുത്തണം. അത് നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുകയാണ്. എക്സലിൽ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യണം, എന്നാലേ അത് ഒന്ന് ഉഷാറാക്കി എടുക്കേണ്ടതുണ്ട്. എടുത്ത പോയിൻറ്റ്സ് നമുക്കൊന്ന് ശരിപ്പെടുത്തണം. ഈ പോയിൻറ്റ്സാണ് നമ്മൾ എന്ത് ചെയ്തത് ലൈക്ക് വഴി ഇമ്പോർട്ട് ചെയ്ത IDX പോയിൻറ്റ്സ്. ഇത് നമ്മൾ ഓപ്പൺ ആക്കാം. ഓക്കെ, നമ്മളിനി ആവശ്യമില്ലാത്ത നമ്മൾ നോർത്തിങ് ഈസ്റ്റിങ് മാത്രം മതി. മെഷർ എന്നുള്ള സംഭവം മാത്രം നമുക്ക് മതി. നോർത്തിങ് ഈസ്റ്റിങ്ങുള്ള മെഷർ. ഓക്കെ, നോക്കാം. മെഷർ ഫിക്സ് വരാണ്ട്, ഫിക്സ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. മെഷർ ചെയ്തിട്ടുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ ഈസ്റ്റിങ് നോർത്തിങ് ZD മാത്രം മതി. ഓക്കെ, മക്കളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം, നിങ്ങൾ ശ്രദ്ധിക്കാം. ഫിക്സ് മുതൽ നമുക്ക് ആവശ്യമില്ല, ഫിക്സ് മൊത്തത്തിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പോയി, നമുക്കിപ്പോൾ ഇത് ഏകദേശം ഉഷാറായി. നമുക്ക് ഇത് വേണ്ട, നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ സംഗതി നമുക്ക് വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ഈ സാധനത്തെ പിടിച്ചിട്ട് ഇവിടെ ഇടാം. ഇവിടെ നമ്പർ കൊടുക്കുക. ഒരുപാട് ആളുകൾ ചോദിച്ച ചോദ്യമാണ്, എന്താണ് IDX ഇമ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടില്ല. പിന്നെ ചില ആളുകൾ ചോദിക്കാം DXF പറ്റില്ല എന്ന് ചോദിക്കും. പക്ഷെ DXF ഒക്കെ ആക്കി നമ്മൾ ആ ലൈക്ക് വഴി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രൊഫൈലൊന്നും വരത്തില്ല. അത് ആ പോയിൻറ്റ്സ് അതിൽ കാണുമെന്നല്ലാതെ നമുക്ക് കാര്യമില്ല. നമുക്ക് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. ഇതിൻ്റെ ലെവൽ, ഡിസൈൻ ലെവല്, കോണ്ടൂർ ഒക്കെ വരണല്ലോ. അത് മറ്റേ വരില്ല. പക്ഷെ നമുക്കിത് ഇതെങ്ങനെ ആക്കണം? നമ്മൾ IDX ഫയൽ എങ്ങനെ ആക്കി കൊണ്ടുവരണം? നമ്മൾ സേവ് ആസ് റോഡ്. ഓക്കെ, നമ്മൾ സേവ് ആസ് ടാബ് ടെക്സ്റ്റിൽ ഉണ്ടല്ലോ, ടാബ് ടെക്സ്റ്റിലേക്ക് സേവ് ചെയ്യണം. സേവ് കൊടുക്കുക. യെസ്, നോ, ഹലാസ്. ഓക്കെ, നമ്മൾ അതിനെ ഉഷാറാക്കി എടുത്തിട്ട് നമ്മൾ ഇനി Civil 3D ഓപ്പൺ ആക്കുകയാണ്. 2013 ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ 2013, 2019 ഒക്കെ ഏകദേശമൊക്കെ സെയിം ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 2009 ആണ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. മുമ്പ് 2004 ഉണ്ടായിരുന്നു ഓട്ടോകാഡ് Civil 3D അല്ല, ഓട്ടോകാഡ് ലാൻഡ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പം ഡെവലപ്പ് ചെയ്തിട്ട് Civil 3D ആക്കിയതാണ് 2009 മുതൽ. 2009 എന്ന് പറഞ്ഞാൽ പൊതുവേ 2010 ഭയങ്കര ചേഞ്ചാണ്. പൊതുവെ 2013 ഉപയോഗിക്കുന്നത് എല്ലാ കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ, ഉഷാറായിട്ട് കിട്ടും. ലേറ്റസ്റ്റ് വെർഷൻ തന്നെയാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ വേണ്ടത് കിട്ടും. നമ്മൾ ആദ്യമായി കൊണ്ടുപോകും ആ ചെയ്ത് വെച്ച പോയിൻറ്റ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് പോയിൻറ്റ്സ്. ഓക്കെ, നമ്മളവിടെ പോയിൻറ്റ്സ് ചെയ്തിട്ടുള്ള മുഹമ്മദ് റോഡ് മവാൻ .2 അതാണ്. ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചുള്ള ശരിയാക്കി പരിചയപ്പെടുത്തിയിട്ടുള്ള ആ സംഗതി, പോയിൻറ്റ്സുകൾ. ഓക്കെ, നമുക്ക് PENZD ആണ്, സ്പേസ് ഡിലിമിറ്റ്. അതിൽ നമ്മൾ കൊണ്ടുവരണം. ഈ ഗ്രൂപ്പ് വേണമെങ്കിൽ ഗ്രൂപ്പ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആളെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആളെന്നാവും. ഓക്കെ, പോയിന്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് പോയിന്റ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഉഷാറായിട്ട് വന്നല്ലേ. നമുക്കിനി സംഭവിച്ചാൽ ഈ പോയിൻറ്റ്സ് സർവർ തന്ന പോയിൻറ്റ്സാണ്, റോഡിൻ്റെ പോയിൻറ്റ്സാണ്, റോഡാണ് അതിൻ്റെ പോയിൻറ്റ്സാണ് ഇപ്പോൾ തന്നിട്ടുള്ള അതിൻ്റെ സംഗതികളൊക്കെ. അതൊന്നും നമുക്കൊന്ന് ശരിപ്പെടുത്താം. ഇത് ക്ലിയറായി കാണുന്നില്ല. അതൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് അത് വരാമെന്നില്ല ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴേ നമ്മളത് ചെയ്യുകയുള്ളൂ. ഓക്കെ, നമുക്കിനി കഴിഞ്ഞു പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിവിടെ പോവാം. നമുക്ക് ഇവിടെ അങ്ങ് ചെറുതാക്കി കൊടുക്കാം. എത്ര ഉണ്ട്? 0.5.
0.1. ഓക്കെ, ഗ്യാപ്പാണ്. നമ്മൾ പോയിൻ്റ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇതിലുണ്ട് കേട്ടോ. 0.5 അങ്ങനെ 0.1 വളരെ ഈസിയാണ്. ഞാൻ അപ്ലൈ ചെയ്തു. അതുപോലെ പോയിൻ്റ് നമ്മൾ ചെറുതാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ചെറുതാക്കി കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഓക്കെ 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 ഏകദേശം ചെറുതായി വന്നില്ല, വയനാട്ടിൽ ചെറുതായി വന്നു, ഉഷാറായി വന്നു. NCL ഒക്കെ ഉണ്ട്. നമുക്ക് ഇനി സംഭവിച്ചാൽ നോർത്തിങ് ഈസ്റ്റിങ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്തിങ് ഈസ്റ്റിങ് വരുത്താം. നമുക്ക് നോർത്തിങ് ഈസ്റ്റിങ് ആണെങ്കിൽ എഡിറ്റ് പ്രോപ്പർട്ടീസ് പോവാം. ഇവിടെ നോർത്തിങ് ഈസ്റ്റിങ് നമുക്ക് പഴയ പോലെ തന്നെ ചെയ്ത മാതിരി തന്നെ ചെറുതാക്കി എടുക്കാം. ഓക്കെ, 0.5 0.1 ഓക്കെ. നമ്മൾ ചെയ്തിട്ടുള്ള നോർത്തിങ് ഈസ്റ്റിങ് ആയിട്ട് വരുമല്ലേ. ഇതാണ് പ്രത്യേകത. ഉഷാറായി കിട്ടും, അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടും. നമുക്ക് ഇനി പോയിൻ്റൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ ടെക്സ്റ്റ് മാത്രം മാറ്റിയാലേ വരും അല്ലേ, മനസ്സിലായില്ലേ? ടെക്സ്റ്റ് മാത്രം നമുക്ക് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അത് വരും. ഓക്കെ, അത് പോയിൻ്റ് അടക്കി മാറ്റരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ കറക്റ്റാണ് ശരിയായി കൊടുക്കാവുന്ന നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോയിൻ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൽ ഒക്കെ എല്ലാ പാർട്ടുകളും ഓരോ പാർട്ട് കറക്റ്റ് ആയാലും അടുത്ത പാർട്ട് ശരിയാവും കേട്ടോ. ഓരോ പാർട്ടും ഒന്നിൻ്റെ തുടർച്ചയാണ് മനസ്സിലാക്കുക. ഒന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് ചില ആളുകൾ വിളിക്കാറുണ്ട്, നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടണം, മാത്രം കിട്ടിയാൽ മതി, മറ്റൊന്നും പ്രൊഫൈലൊന്നും വേണ്ടാന്ന് പറയാം. പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല. ആദ്യം പോയിൻ്റ് ഇമ്പോർട്ട് ചെയ്ത് അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് പ്രൊഫൈൽ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ക്വാണ്ടിറ്റി ഒക്കെ വരിക. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഓരോ പാർട്ടും ഒന്നിൻ്റെ തുടർച്ചയാണ്. അത് നിങ്ങൾ കാണാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.